മുസ്ലിം ലീഗ് 1906 ഇന്ത്യയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയുടെ രൂപീകരണം വലിയ ചരിത്രപരമായ പ്രാധാന്യമുള്ള സംഭവമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ജനത മൊത്തത്തിൽ പ്രതിനിധീകരിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ മുസ്ലിം ജനതയുടെയും അവരുടെ നേതാക്കന്മാരുടെയും ഉള്ളിൽ ഉടലെടുത്തു. മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ചെറിയ വിഭാഗം മാത്രമായതിനാൽ ഭൂരിപക്ഷമായ ഹിന്ദുവിനോടുള്ള ഭയം അവരെ വേറിട്ട രാഷ്ട്രീയ ബലമായി രൂപപ്പെടുത്താൻ പ്രേരിപ്പിച്ചു. സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അലിഗഡ് മൂവ്മെന്റ് മുസ്ലിം വിഭാഗത്തിനു വേണ്ടി വിദ്യാഭ്യാസ പുരോഗതിക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം ബ്രിട്ടീഷ് സർക്കാരിനോട് സഹകരിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. 1905 ബ്രിട്ടീഷ് ഭരണകൂടം ബംഗാൾ വിഭജിച്ചപ്പോൾ മുസ്ലിം സമൂഹം ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തുവെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ ശക്തമായി എതിർത്തു. ഇതോടെ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസിൽ മതസമുദായപരമായ സംരക്ഷണവും സ്വതന്ത്ര രാഷ്ട്രീയ പ്ലാറ്റ്ഫോമും വേണമെന്നും അവർ ഉറപ്പിച്ചു. അതിനായി 1906 ഒക്ടോബർ 1 ഷിംലയിൽ വെച്ച് മുസ്ലിം നേതാവായ ആഗാഖാന്റെ നേതൃത്വത്തിൽ ചില മുസ്ലിം പ്രമാണിമാർ ബ്രിട്ടീഷ് വൈസ്രോയിയായ ലോർഡ് മിന്റോയുമായി കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം സമൂഹത്തിന് രാഷ്ട്രീയ അവകാശങ്ങൾ ഉറപ്പാക്കുക, പൊതു തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിക്കുക എന്നതൊക്കെ അവരുടെ ആവശ്യങ്ങളിൽ ചിലതായിരുന്നു. ചർച്ചയുടെ ഫലമായി ബ്രിട്ടീഷ് ഭരണകൂടം മുസ്ലിങ്ങളുടെ ആവശ്യം പരിഗണിച്ചു. ഷിംല സമ്മേളനം മുസ്ലിം ലീഗ് രൂപീകരണത്തിന് നേരിട്ടുള്ള പാത തുറന്ന പ്രധാന സംഭവമായി വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ ഈ പശ്ചാത്തലത്തിൽ 1906 ഡിസംബർ 30 ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. സലീമുള്ളയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്നത് വരെ എത്തിക്കാനായി ഈ സംഘടന വഴിയൊരുക്കി. അതായത് 1906 മുസ്ലിം ജനതയുടെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കാനായി രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ് എങ്കിലും പിന്നീട് ഇന്ത്യയെ ഹിന്ദു മുസ്ലിം അടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിക്കാനുള്ള പ്രമേയം മുന്നോട്ട് വെച്ച് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്കും വഹിച്ചു. 1930 മുഹമ്മദ് ഇക്ബാൽ അവതരിപ്പിച്ച ആശയം സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ ആവശ്യമനുസരിച്ച് സ്വതന്ത്ര മുസ്ലിം സംസ്ഥാനം വേണമെന്ന നിലപാടിലാണ് തുടക്കം. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള പ്രസ്ഥാനത്തിന് മുൻപിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് 1947 പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപം കൊണ്ടത്. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. അന്നേ ദിവസം തന്നെ ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലായി നിയമിതനാവുകയും ചെയ്തു. മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത്. മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് ഒരു സമുദായത്തിൻ്റെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കാനായിരുന്നുവെങ്കിലും പിന്നീട് അതൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിൽ ഈ പാർട്ടി വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു.